നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഏത് ബ്രാൻഡ് പേസ്റ്റ് ഉപയോഗിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, സോഷ്യൽ മീഡിയയിൽ ഏത് വീഡിയോ കാണണം, ഈ തീരുമാനങ്ങളെല്ലാം നിങ്ങളുടേത് മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഡാർക്ക് സൈക്കോളജിയിലെ ഏറ്റവും മാരകമായ തലം ഇതല്ല. യഥാർത്ഥ അപകടം ഒളിഞ്ഞിരിക്കുന്നത് വ്യക്തിബന്ധങ്ങളിലല്ല, മറിച്ച് നിങ്ങളെ ഒരു ഉൽപ്പന്നം മാത്രമായി കാണുന്ന വലിയൊരു സിസ്റ്റത്തിലാണ്. നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നിങ്ങളുടെ തലച്ചോറിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറാനും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിമറിക്കാനും ചിലർക്ക് സാധിക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവരുടെ ഒരു കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡാർക്ക് സൈക്കോളജി സീരീസിലെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തിലേക്ക് സ്വാഗതം. മുന്നറിയിപ്പ്: ആദ്യത്തെ 2 ഭാഗങ്ങൾ കാണാത്തവർ ദയവായി അത് കണ്ടിട്ട് വരിക. കാരണം മൈൻഡ് കൺട്രോളിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ അവിടെയാണ് ചർച്ച ചെയ്തത്. ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് ഒരാൾ നിങ്ങളെ എങ്ങനെ വ്യക്തിപരമായി ചതിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാസ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡാർക്ക് പെർസുവേഷനെ കുറിച്ചാണ്. അതായത് ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളെ ഒരേപോലെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ. എന്തുകൊണ്ടാണ് ചില പരസ്യങ്ങൾ കണ്ടാൽ നമുക്കത് വാങ്ങണമെന്ന് അമിതമായ ആഗ്രഹം തോന്നുന്നത്? എന്തുകൊണ്ടാണ് ചില രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും നമ്മൾ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില ആചാരങ്ങളോ ട്രെൻഡുകളോ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അതിന്റെ ഭാഗമാകുന്നത്? ഇതൊന്നും ആകസ്മികമായി സംഭവിക്കുന്നതല്ല. നിങ്ങളുടെ ബലഹീനതകൾ പഠിച്ചെടുത്ത് നിങ്ങളുടെ ഭയത്തെയും ആഗ്രഹങ്ങളെയും ചൂഷണം ചെയ്ത് നിങ്ങളെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു വലിയ സൈക്കോളജിക്കൽ പ്ലാൻ ഇതിന് പിന്നിലുണ്ട്. ഇന്ന് നമ്മൾ ആ പ്ലാനുകളെ ഓരോന്നായി പൊളിച്ചെടുക്കാൻ പോകുകയാണ്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ നിങ്ങൾ മറ്റൊരു കണ്ണിലൂടെയാകും നോക്കിക്കാണുക. നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല സത്യങ്ങളും വെറും കെട്ടുകഥകളാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ കാണുന്ന ഓരോ പരസ്യത്തിനും ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റിനും പിന്നിലെ യഥാർത്ഥ അജണ്ട നിങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് പൂർണ്ണമായ ശ്രദ്ധയോടെ ഇരിക്കുക. കാരണം ഇത് നിങ്ങളുടെ ചിന്തകളെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ്. ഈ അറിവ് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് സ്വതന്ത്രരാക്കാനാണ്. നമുക്ക് തുടങ്ങാം. ഒന്നാം ഭാഗം: ഡോർ ഇൻ ദ ഫേസ് മൈനസ് വിസമ്മതിക്കാൻ കഴിയാത്ത കെണി. 1. എന്താണ് ഡോർ ഇൻ ദ ഫേസ്? ഡാർക്ക് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും എന്നാൽ ഏറ്റവും കുറച്ച് മാത്രം തിരിച്ചറിയപ്പെടുന്നതുമായ ഒരു തന്ത്രമാണ് ഡോർ ഇൻ ദ ഫേസ്. പേര് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം. ഒരാൾ നിങ്ങളുടെ മുഖത്തടിച്ചതുപോലെ ഒരു വാതിൽ കൊട്ടിയടയ്ക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഒരു നിഷേധത്തിൽ നിന്നാണ് ഈ തന്ത്രം തുടങ്ങുന്നത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളെക്കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം അസാധ്യമായ അല്ലെങ്കിൽ വളരെ വലിയൊരു ആവശ്യം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. നിങ്ങളത് ഉറപ്പായും നിരസിക്കുമെന്ന് അവർക്കറിയാം. നിങ്ങളത് നോ എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ വളരെ ചെറിയൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഈ രണ്ടാമത്തെ ആവശ്യമായിരുന്നു അവരുടെ യഥാർത്ഥ ലക്ഷ്യം. 2. മനഃശാസ്ത്രപരമായ കളി, സൈക്കോളജിക്കൽ ട്രിക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കെണിയിൽ വീണുപോകുന്നത്? ഇതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ട്. 1. റെസിപ്രോസിറ്റി, പരസ്പര കൈമാറ്റം. അവർ വലിയൊരു ആവശ്യം ഉപേക്ഷിച്ച് ചെറിയ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് കരുതുന്നത് അവർ നമുക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച, കൺസെഷൻ ചെയ്തുവെന്നാണ്. അപ്പൊ തിരിച്ച് അവർക്ക് വേണ്ടി ചെറിയൊരു കാര്യം ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഉപബോധ മനസ്സ് നമ്മളോട് പറയും. രണ്ടാമത്തെ കാരണം കുറ്റബോധം. വലിയൊരു കാര്യം നിരസിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടാകും. ആ കുറ്റബോധം കഴുകിക്കളയാൻ രണ്ടാമത്തെ ചെറിയ ആവശ്യം നമ്മൾ പെട്ടെന്ന് അംഗീകരിക്കും. സത്യത്തിൽ ഇവിടെ നിങ്ങൾ വിജയിക്കുകയല്ല, മറിച്ച് അവർ നേരത്തെ പ്ലാൻ ചെയ്ത കെണിയിൽ നിങ്ങൾ കൃത്യമായി ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. 3. യഥാർത്ഥ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ. നമുക്ക് ചുറ്റും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. കടകളിൽ ഒരു സെയിൽസ്മാൻ ആദ്യം നിങ്ങൾക്ക് 50,000 രൂപയുടെ ഒരു വാച്ച് കാണിക്കുന്നു. അയ്യോ, ഇതെനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അയാൾ പറയും, സാരമില്ല സാർ, ദാ ഇത് നോക്കൂ, ഇത് വെറും 5,000 രൂപയേ ഉള്ളൂ. 50,000 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 5,000 രൂപ വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നും. സത്യത്തിൽ ആ വാച്ചിന് 2,000 രൂപയുടെ മൂല്യം പോലും ഇല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ അത് വാങ്ങും. ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഈ ആഴ്ച മുഴുവൻ ഓവർ ടൈം ചെയ്യാമോ? നിങ്ങൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും, എന്നാൽ ഇന്ന് 1 മണിക്കൂർ മാത്രം സഹായിക്കാമോ? നിങ്ങൾ അത് സമ്മതിക്കും. ആ 1 മണിക്കൂർ സഹായമായിരുന്നു അയാൾക്ക് ശരിക്കും വേണ്ടിയിരുന്നത്. 4. ഇതെങ്ങനെ തിരിച്ചറിയാം? ഒരാൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. അവരുടെ ആദ്യത്തെ ചോദ്യം അത്രയ്ക്ക് വലുതാണോ എന്ന് ശ്രദ്ധിക്കുക. അവർ പെട്ടെന്ന് തന്നെ ചെറിയൊരു കാര്യത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അവിടെ ഈ തന്ത്രം മണക്കുന്നുണ്ട്.
ഇല്ല എന്ന് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യാൻ അനുവദിക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് തുറന്നു പറയുക. രണ്ടാം ഭാഗം, സ്കാർസിറ്റി ടാക്ടിക്സ്, ഭയം വിൽക്കുന്ന വിദ്യ. 1. എന്താണ് സ്കാർസിറ്റി ടാക്ടിക്സ്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ തന്ത്രം സ്കാർസിറ്റി അഥവാ ലഭ്യതക്കുറവാണ്. മനുഷ്യസഹജമായ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതിനേക്കാൾ മൂല്യം നമ്മൾ നൽകുന്നത് കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങൾക്കാണ്. ഈ ഒരു മനഃശാസ്ത്രത്തെ ചൂഷണം ചെയ്യുന്നതാണ് സ്കാർസിറ്റി ടാക്ടിക്സ്. ഒരു സാധനം അല്ലെങ്കിൽ ഒരു അവസരം ഇനി അധിക നേരം ഉണ്ടാവില്ല എന്ന് വിശ്വസിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ധൃതിയിൽ തീരുമാനങ്ങൾ എടുപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2. ഫോമോ, നഷ്ടപ്പെടുമോ എന്ന ഭയം. നിങ്ങൾ എപ്പോഴെങ്കിലും ഓൺലൈനിൽ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അവിടെ കാണാം ഓൺലി 1 റൂം ലെഫ്റ്റ്, അല്ലെങ്കിൽ 5 പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ദിസ് റൈറ്റ് നൗ. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാകും. ഇപ്പോൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇത് എനിക്ക് നഷ്ടമാകും എന്ന തോന്നൽ. ഇതിനെയാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ അവിടെ 10-20 മുറികൾ ബാക്കിയുണ്ടാകാം. പക്ഷേ ഒരെണ്ണം മാത്രം എന്ന് കാണിക്കുമ്പോൾ നിങ്ങളുടെ യുക്തിപരമായ ചിന്ത, ലോജിക്കൽ തിങ്കിങ് നിലയ്ക്കുകയും വൈകാരികമായ തീരുമാനം, ഇമോഷണൽ ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നു. ചിന്തിക്കാൻ സമയം നൽകാതെ നിങ്ങളെ വേട്ടയാടുകയാണ് ഇവർ ചെയ്യുന്നത്. 3. വിപണിയിലെ തന്ത്രങ്ങൾ. വലിയ ബ്രാൻഡുകൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കൂ. ലിമിറ്റഡ് എഡിഷൻ. ഒരു സാധനം കുറച്ചു മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് ഇല്ലാത്ത മൂല്യം കൈവരുന്നു. അത് സ്വന്തമാക്കുന്നത് ഒരു വലിയ നേട്ടമാണെന്ന് നമ്മൾ കരുതും. ഫ്ലാഷ് സെയിൽ വെറും 2 മണിക്കൂർ മാത്രം എന്ന് കാണുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും വാങ്ങിപ്പോകും. ആലോചിക്കാനുള്ള സമയം നൽകാതിരിക്കുക എന്നതാണ് ഇവിടെ പ്രധാനം. ഡെഡ്ലൈൻസ്. ഇന്ന് രാത്രി 12 മണിക്ക് ഈ ഓഫർ അവസാനിക്കുമെന്ന അറിയിപ്പ് നിങ്ങളുടെ തലച്ചോറിൽ ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നു. ആ സ്ട്രെസ്സിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും. 4. ബന്ധങ്ങളിലെ സ്കാർസിറ്റി. ഇത് കച്ചവടത്തിൽ മാത്രമല്ല, ബന്ധങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ചിലർ തങ്ങൾ വളരെ ബിസിയാണെന്ന് വരുത്തി തീർക്കും. അവർക്ക് എപ്പോഴും തിരക്കാണെന്നും മറ്റുള്ളവർ അവരെ കാത്തു നിൽക്കുകയാണെന്നും തോന്നിപ്പിക്കും. ഇതുവഴി തങ്ങൾ വളരെ മൂല്യമുള്ളവരാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഇവർക്ക് കഴിയും. നിങ്ങളെ കാത്തു നിർത്തിച്ച് നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന ഒരു ഡാർക്ക് സൈക്കോളജി തന്ത്രമാണിത്. 5. എങ്ങനെ പ്രതിരോധിക്കാം? ഒരു കാര്യം ഓർക്കുക, ലോകത്തൊന്നും അവസാനത്തെ അവസരമല്ല. ലിമിറ്റഡ് ഓഫർ എന്ന് കാണുമ്പോൾ സ്വയം ചോദിക്കുക, ഈ സാധനം എനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ? അതോ തീർന്നു പോകും എന്ന പേടി കൊണ്ടാണോ ഞാനിത് വാങ്ങുന്നത്? ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ ആരെങ്കിലും ധൃതിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അവിടെ എന്തോ ചതിയുണ്ട്. തീരുമാനമെടുക്കാൻ എപ്പോഴും സമയമെടുക്കുക. സമ്മർദ്ദത്തിന് വഴങ്ങരുത്. 3. ഭാഗം, സോഷ്യൽ പ്രൂഫ്. ആട്ടിൻപറ്റത്തെ പോലെ നമ്മളെ മാറ്റുന്ന തന്ത്രം. 1. എന്താണ് സോഷ്യൽ പ്രൂഫ്? മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നറിയാത്തപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കി അനുകരിക്കാറുണ്ട്. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ സോഷ്യൽ പ്രൂഫ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡാർക്ക് സൈക്കോളജിയിൽ നിങ്ങളെ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കാൻ വേണ്ടി ഭൂരിപക്ഷവും ഈ വഴിയിലാണ് എന്നൊരു വ്യാജചിത്രം ഇവർ സൃഷ്ടിക്കുന്നു. 10 പേർ ഒരു നുണ പറഞ്ഞാൽ 11ാമത്തെ ആളായ നിങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ നിർബന്ധിതനാകുന്നു. 2. ആട്ടിൻപറ്റ മനഃശാസ്ത്രം, ഹേർഡ് മെന്റാലിറ്റി. നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോകുന്നു എന്ന് കരുതുക. അവിടെ ഒരു ഹോട്ടലിൽ നിറയെ ആളുകളുണ്ട്, മറ്റൊന്ന് വിജനമാണ്. നിങ്ങൾ എങ്ങോട്ട് പോകും? സ്വാഭാവികമായും തിരക്കുള്ള ഹോട്ടലിലേക്ക്. അവിടെ ഭക്ഷണം നല്ലതാണോ എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ഇത്രയും ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് നിങ്ങളുടെ മനസ്സ് തീരുമാനിക്കുന്നു. ഇത് മാർക്കറ്റിംഗിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കൂ. ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നം. ഇത്തരം വാചകങ്ങൾ നിങ്ങളുടെ യുക്തിയെ തളർത്തുന്നു. മറ്റുള്ളവർക്ക് തെറ്റുപറ്റില്ല എന്ന നിങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. 3. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികൾ. സോഷ്യൽ മീഡിയയിൽ ഈ തന്ത്രം വളരെ അപകടകരമാണ്. വ്യാജ റിവ്യൂകൾ. ഒരു പ്രോഡക്റ്റിന് താഴെ 100 കണക്കിന് ആളുകൾ പുകഴ്ത്തി എഴുതിയിട്ടുണ്ടാകും. അത് വായിക്കുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൽ വിശ്വാസം വരും. പക്ഷേ അവയിൽ ഭൂരിഭാഗവും പണം കൊടുത്തു എഴുതിച്ചതാകാം. വ്യാജ ഫോളോവേഴ്സ്. ഒരാൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് നമ്മൾ കരുതും. ഈ നമ്പറുകൾ കണ്ട് നമ്മൾ അവരെ ഒരു അതോറിറ്റിയായി അംഗീകരിക്കുന്നു. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നമ്മൾ അറിവില്ലാത്ത ഒരു കൂട്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. 4. രാഷ്ട്രീയത്തിലും പ്രചാരണങ്ങളിലും.
രാഷ്ട്രീയ പാർട്ടികളും ഈ തന്ത്രം ഉപയോഗിക്കാറുണ്ട്. വലിയ റാലികളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുന്നത് തങ്ങൾക്ക് വലിയ ജനപിന്തുണയുണ്ടെന്ന് കാണിക്കാനാണ്. നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾ ഭൂരിപക്ഷം എങ്ങോട്ടാണോ അങ്ങോട്ട് ചായുമെന്ന് ഇവർക്കറിയാം. സ്വന്തം നിലപാടുകൾക്ക് പകരം വിജയിക്കുന്ന പക്ഷത്ത് നിൽക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ തന്ത്രം വിജയിക്കുന്നത്. 5. ഇതിനെ എങ്ങനെ മറികടക്കാം? ഭൂരിപക്ഷം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാകണമെന്നില്ല. എല്ലാവരും ഇത് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചുവന്ന സിഗ്നൽ തെളിയണം. ജനക്കൂട്ടത്തെ നോക്കുന്നതിനു പകരം ആ കാര്യത്തിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് സ്വന്തമായി അന്വേഷിക്കുക. മറ്റൊരാളുടെ റിവ്യൂവിനേക്കാൾ നിങ്ങളുടെ ബോധ്യത്തിന് വില നൽകുക. ലോകം മുഴുവൻ ഒരു നുണ പറഞ്ഞാലും അത് സത്യമാകില്ല എന്ന് തിരിച്ചറിയുക. ലോകം നിഷ്കളങ്കമല്ല. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 ഭാഗങ്ങളിലായി നമ്മൾ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ഇരുണ്ട വശങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവർ ഉപയോഗിക്കുന്ന ഗ്യാസ് ലൈറ്റിംഗ് മുതൽ വലിയ കമ്പനികളും വ്യവസ്ഥിതികളും നമ്മളെ അടിമകളാക്കാൻ ഉപയോഗിക്കുന്ന മൈൻഡ് കൺട്രോൾ തന്ത്രങ്ങൾ വരെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ ലോകം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിഷ്കളങ്കമല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഈ വീഡിയോകൾ കണ്ട് നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. മറിച്ച് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ കരുത്തരാണ്. കാരണം ഈ തന്ത്രങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാണ് എളുപ്പത്തിൽ ഇരകളാക്കപ്പെടുന്നത്. ഒരു മാന്ത്രികന്റെ വിദ്യകൾ എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ മാജിക് കണ്ട് നമ്മൾ അത്ഭുതപ്പെടില്ലല്ലോ. അതുപോലെയാണ് ഡാർക്ക് സൈക്കോളജിയും. ഇതിന്റെ പിന്നിലെ കള്ളക്കളികൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ ഇനി അത്ര എളുപ്പത്തിൽ നിയന്ത്രിക്കാനാവില്ല. നിങ്ങളുടെ കുറ്റബോധത്തെ ഗിൽറ്റ് ആയുധമാക്കുന്നവരോട്, നിങ്ങളുടെ നിശബ്ദതയെ ശിക്ഷയാക്കുന്നവരോട്, നിങ്ങളെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന നാർസിസിസ്റ്റുകളോട് ഇനി നിങ്ങൾക്ക് നെഞ്ചുവിരിച്ച് നോ എന്ന് പറയാൻ സാധിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ലഭിച്ച വലിയൊരു അധികാരമാണ്. പക്ഷെ ഓർക്കുക, ഡാർക്ക് സൈക്കോളജി മറ്റൊരാളെ ഉപദ്രവിക്കാനോ പക വീട്ടാനോ ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മളും ആ വേട്ടക്കാരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഈ അറിവ് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കാൻ മാത്രം ഉപയോഗിക്കുക. ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ അത് അസാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് തിരിച്ചറിയാൻ ഈ വീഡിയോകൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണ്. നിങ്ങളുടെ മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ വാക്കുകൾ സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന മറ്റൊരാൾക്ക് വലിയൊരു ആശ്വാസമായേക്കാം. ഡാർക്ക് സൈക്കോളജി എന്ന ഈ സീരീസ് ഇവിടെ പൂർത്തിയാവുകയാണ്. പക്ഷേ ജീവിതമെന്ന വലിയ പാഠപുസ്തകത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മനഃശാസ്ത്രത്തിലെയും മോട്ടിവേഷനിലെയും കൂടുതൽ രസകരമായ വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും കാണും. ഈ വീഡിയോകൾ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ ഒരു ഷെയർ ഒരുപക്ഷെ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. ചിന്തിക്കുക, ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ യജമാനൻ നിങ്ങൾ തന്നെയായിരിക്കട്ടെ.